മിഡിൽ ഈസ്റ്റിൽ സന്ദർശനം തുടരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ കരാറുകളിലാണ് ഏർപ്പെടുന്നത്. സൗദി അറേബ്യയുമായി വമ്പൻ സാമ്പത്തിക ഇടപാടുകളുടെ കരാറിൽ ട്രംപ് ഇപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞു. ട്രംപ് ഖത്തറിലെത്തിയപ്പോൾ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. മാത്രമല്ല, ഖത്തറുമായി വമ്പൻ ഡീലാണ് ട്രംപ് നടത്തുന്നത്. $1.2 ട്രില്യൺ സാമ്പത്തിക ഇടപാടായിരുന്നു ഇരു നേതാക്കളും തമ്മിൽ കൂടുതലും ധാരണയായിട്ടുള്ളത്. മാത്രമല്ല, ഖത്തർ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാന ഇടപാടിലും ഡൊണാൾഡ് ട്രംപും അതുപോലെ ഖത്തർ അമീറും ഒപ്പുവെക്കുകയുണ്ടായി. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ സഹകരണത്തിനും വലിയ രീതിയിൽ ധാരണയായിട്ടുണ്ട്. ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനിടെ ഖത്തർ അമേരിക്ക ബോയിങ് ഡീൽ യാഥാർത്ഥ്യമാക്കുകയാണ്. അതുപോലെ ഖത്തറിന്റെ ദേശീയ വിമാന കമ്പനിയായിട്ടുള്ള ഖത്തർ എയർവേസ് ആണ് അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങുമായി 160 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ പ്രധാനമായിട്ടും ഒപ്പിട്ടിരിക്കുന്നത്. ബോയിങ് സിഇഒ കെല്ലി ഓഡ്ബർഗും ഖത്തർ എയർവേസ് സിഇഒ ബദർ മുഹമ്മദ് അൽ മീറുമാണ് രണ്ട് രാഷ്ട്രത്തലവന്മാരുടെ സാന്നിധ്യത്തിൽ കരാറിൽ പ്രധാനമായിട്ടും ഒപ്പിട്ടിരിക്കുന്നത്. $200 ബില്യൺ അമേരിക്കൻ ചെലവഴിച്ചുകൊണ്ട് 160 ബോയിങ് വിമാനങ്ങളായിരുന്നു ഖത്തർ എയർവേസ് കൂടുതലും വാങ്ങുന്നത്. ബോയിങ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറാണിതെന്ന് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഖത്തറുമായുള്ള പ്രതിരോധ സഹകരണ കരാറും അമേരിക്ക ഒപ്പിടുകയുണ്ടായി. ഇതനുസരിച്ചുകൊണ്ട് MQ-9B ഡ്രോണുകൾ ഖത്തറിന് US നൽകുന്നതായിരിക്കും. ട്രംപിന്റെ സന്ദർശന സമയത്തിനിടെ യാഥാർത്ഥ്യമായ കരാറുകൾ അനുസരിച്ചുകൊണ്ട് $1.2 ലക്ഷം കോടി സാമ്പത്തിക വിനിമയം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുമെന്ന് വൈറ്റ് ഹൗസ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി ഖത്തറിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ വരവേൽപ്പോടെയായിരുന്നു രാജ്യം സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല, മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, 22 വർഷത്തിന് ശേഷമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശനത്തിനായി ഖത്തറിലേക്ക് വരുന്നത്. ജോർജ് W. ബുഷിന്റെ 2003 സന്ദർശനത്തിന് ശേഷം ആദ്യമായിട്ടാണ് പദവിയിലിരിക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ദോഹയിലേക്ക് വരുന്നത്. ബുധനാഴ്ച രാവിലെ റിയാദിൽ GCC ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2:20 ഹമദ് വിമാനത്താവളത്തിൽ ട്രംപ് വന്നിരുന്നത്. അമീർ ഷൈഖ് താമീം ബിൻ ഹമദ് അൽദാനി നേരിട്ടെത്തി അദ്ദേഹത്തെ വരവേൽക്കുകയായിരുന്നു. അമേരിക്കൻ ഖത്തർ ദേശീയ പതാകകളുമായി ദോഹ കോർണിഷ് ഉൾപ്പെടെ നേരത്തെ തന്നെ അലങ്കരിക്കുകയും ചെയ്തിരുന്നു. വൻ സുരക്ഷാ ക്രമീകരണമായിരുന്നു നഗരത്തിലുടനീളം കൂടുതലും ഒരുക്കിയിരുന്നത്. പ്രസിഡന്റിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ബുധനാഴ്ച വൈകുന്നേരം 5 മണി വരെ ഹമദ് വിമാനത്താവളത്തിലേക്കുള്ള റോഡുകളും അടയ്ക്കുകയുണ്ടായി. ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ കാര്യമായ മുന്നേറ്റവും ട്രംപ് സന്ദർശനത്തോടെ ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയും വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിലായി ദോഹയിലെത്തി വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും വളരെയധികം സജീവമാക്കിയതും സമാധാന സാധ്യതകൾ യഥാർത്ഥത്തിൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, സ്റ്റീവ് വിറ്റ്കോഫ് പ്രധാനമന്ത്രി നെതന്യാഹുവുമായി ബുധനാഴ്ച രാവിലെ ഫോണിൽ സംസാരിച്ചതായും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രവും അതുപോലെ അടിയന്തര വെടിനിർത്തൽ വലിയ രീതിയിൽ ആവശ്യവും റിയാദിൽ വിവിധ ഗൾഫ് രാഷ്ട്ര നേതാക്കൾ പങ്കെടുത്ത ഉച്ചകോടിയിൽ പ്രധാനമായും ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു. ട്രംപ് കൂടി പങ്കെടുത്ത ഉച്ചകോടിയുടെ തുടർച്ചയെന്ന നിലയിൽ ദോഹയിലേക്ക് വരുമ്പോൾ പുതിയ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഖത്തർ അമീർ ഷൈഖ് താമീം ബിൻ ഹമദ് അൽദാനിയും ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്യുകയുണ്ടായി. അതേസമയം തന്നെ സിറിയയ്ക്ക് മേലുള്ള എല്ലാ ഉപരോധങ്ങളും അമേരിക്ക പിൻവലിക്കുന്നതായി കൂടുതലും പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. സൗദി സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നത്. തുടർന്ന് കാലങ്ങൾക്ക് ശേഷം സിറിയയിൽ സമാധാനം ഉണ്ടാകാനും അതുപോലെ വിദേശ നിക്ഷേപത്തിനടക്കം സാഹചര്യങ്ങൾ ഒരുങ്ങുകയാണിപ്പോൾ. സൗദി അറേബ്യയുടെ ഇടപെടലാണ് പ്രധാനമായിട്ടും ഇക്കാര്യത്തിൽ കൂടുതൽ നിർണായകമായി മാറിയത്. ഇക്കാര്യം ട്രംപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു ഈ പ്രഖ്യാപനം കൂടുതലും നടത്തിയതും. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രധാന പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തുന്ന ട്രംപ് തലസ്ഥാനമായ റിയാദിൽ ഒത്തുകൂടിയ ജനക്കൂട്ടത്തിന് മുന്നിലായിരുന്നു തുറന്നു പറഞ്ഞത്. സിറിയയ്ക്ക് നേരെ ചൊവ്വേ മുന്നോട്ട് പോകാനുള്ള അവസരം നൽകുന്നതിന് വേണ്ടിയായിരുന്നു ഈ തീരുമാനം എടുത്തതെന്നാണ് ട്രംപ് കൂടുതലും വ്യക്തമാക്കിയിരുന്ന കാര്യവും. 3 ഗൾഫ് രാജ്യങ്ങളിലെ സന്ദർശനം ആരംഭിക്കുന്നതിനായി ട്രംപ് സൗദി തലസ്ഥാനമായ റിയാദിൽ ആദ്യമെത്തി. പിന്നീട് സിറിയയ്ക്ക് മേലുള്ള ഉപരോധം പിൻവലിക്കാൻ തന്നെ കൂടുതൽ നിർബന്ധിച്ചത് സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണെന്നും ട്രംപ് തുറന്നു പറഞ്ഞു. ഇതിന്റെ എല്ലാ ക്രെഡിറ്റും സൽമാൻ രാജകുമാരനാണെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വ ഗുണത്തെക്കുറിച്ച് പറയാൻ തനിക്ക് വാക്കുകളില്ല എന്നും ട്രംപ് വെളിപ്പെടുത്തി. ഇതിന് താൻ സൽമാൻ രാജകുമാരന് എന്താണ് നൽകേണ്ടതെന്നും ട്രംപ് തമാശ രൂപേണ പറയുകയുണ്ടായി. ട്രംപ് ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് സൽമാൻ രാജകുമാരനും അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. സിറിയൻ ഉപരോധം നീക്കുമെന്ന പ്രഖ്യാപനത്തെ സൗദി കിരീടാവകാശിയും മന്ത്രിമാരും ലോകത്തെ പ്രമുഖ വ്യക്തികളും ബിസിനസ് പ്രമുഖരും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരും അടങ്ങിയ സദസ്സ് എഴുന്നേറ്റ് നിന്ന് വൻ വരവേൽപ്പോടെയായിരുന്നു സ്വീകരിച്ചിരുന്നത്.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ട്രംപ് ടവർ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല, ഉപരോധം പിൻവലിക്കുന്നതിന് പകരമായി അമേരിക്കയ്ക്ക് കൂടുതൽ ക്രൂഡ് ഓയിൽ നൽകാനും സിറിയയുമായി ട്രംപ് ഭരണകൂടം ധാരണയിൽ എത്തുകയും ചെയ്തിരുന്നു. സിറിയയിൽ അസദ് ഭരണകൂടത്തിന്റെ ഏകാധിപത്യ നിലപാടുകളും അതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ സിറിയയിൽ ഉണ്ടായ ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി അസദ് റഷ്യയിലേക്ക് ഒളിച്ചോടുകയായിരുന്നു. അതുപോലെ ഉപരോധം പിൻവലിക്കുന്നതിനായി സൗദി അറേബ്യ കൂടാതെ തന്നെ തുർക്കിയിലെ എർദോഗൻ സർക്കാരും സമ്മർദ്ദം വലിയ രീതിയിൽ ചെലുത്തിയതായി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ പ്രഖ്യാപനത്തെ അവിടെയുണ്ടായിരുന്ന ജനങ്ങൾ യഥാർത്ഥത്തിൽ വലിയ കയ്യടികളോടെയായിരുന്നു കൈക്കൊണ്ടിരുന്നത്. മാത്രമല്ല, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്ത ആഴ്ച തുർക്കി വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങളും തുർക്കിയുമായി ചർച്ച ചെയ്യാനാണ് അമേരിക്ക കൈക്കൊള്ളുന്ന പുതിയ പദ്ധതി എന്നത്. പുതിയ സിറിയൻ പ്രസിഡന്റ് അൽ ഷറാൻ റിയാദിൽ ജനിച്ച് ഡമസ്കസിൽ വളർന്ന വ്യക്തി കൂടിയായിരുന്നു. ഇറാഖിന്റെ അധിനിവേശത്തെ തുടർന്നുകൊണ്ട് അദ്ദേഹം 2003 സിറിയയിൽ നിന്ന് ഇറാഖിലെത്തി തീവ്രവാദി പ്രസ്ഥാനമായ അൽ ഖൈവാദയിൽ ചേരുകയായിരുന്നു. പുതിയ സിറിയൻ പ്രസിഡന്റ് അൽ ഷറാൻ റിയാദിൽ ജനിച്ച് ഡമസ്കസിൽ വളർന്ന വ്യക്തി കൂടിയാണ്. ഇറാഖിന്റെ അധിനിവേശത്തെ തുടർന്നുകൊണ്ട് അദ്ദേഹം 2003 സിറിയയിൽ നിന്ന് ഇറാഖിലെത്തി തീവ്രവാദി പ്രസ്ഥാനത്തിൽ ചേരുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ജനുവരിയിലായിരുന്നു അൽ ഷറാൻ സിറിയയിലെ പ്രസിഡന്റ് ആയിരുന്നതും. എന്നാൽ 25 വർഷത്തിന് ശേഷമാണ് ആദ്യമായി ഒരു അമേരിക്കൻ പ്രസിഡന്റും സിറിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നത്.